മീഡിയ ന്യൂസ് കണ്ണൂരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ വാർത്താ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ തുകയുടെ വിതരണം നടക്കുവാനിരിക്കാം. വളരെ പ്രധാനപ്പെട്ട 1-2 അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്നത്. എല്ലാ ആളുകളും ദയവായി വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. സംസ്ഥാനത്ത് 2 രീതിയിലാണ് പെൻഷൻ തുക വിതരണം ചെയ്യുന്നത്. അതായത് ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന രീതി. അതായത് നിങ്ങളുടെ ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ പെൻഷൻ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിലെത്തിയിട്ട് പെൻഷൻ തുക വിതരണം ചെയ്യുന്ന രീതിയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് വരുന്ന മുഴുവൻ പെൻഷൻ തുകയും നിങ്ങൾ പിൻവലിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട ബാങ്ക് അക്കൗണ്ടാണ്. അതായത് നിശ്ചിതമായ ഒരു എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും സൂക്ഷിക്കേണ്ട ഒരു അക്കൗണ്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത മാസം നിങ്ങളുടെ പെൻഷൻ തുക എത്തുമ്പോൾ ആ ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തതിൻ്റെ ഫൈൻ പിടിച്ചതിന് ശേഷമുള്ള തുക മാത്രമേ നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിൽ ബാങ്കുകൾ ഫൈൻ ഈടാക്കുമ്പോഴാണ് നിങ്ങളുടെ പെൻഷൻ തുകയിൽ കുറവുകൾ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസ് വേണ്ട ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ നിർബന്ധമായി നിങ്ങൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നീട് പറയാനുള്ള മറ്റൊരു അറിയിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ തുക വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പുകളാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവിധ ആനുകൂല്യങ്ങളും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി ലഭിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആധാർ കാർഡുമായി ബാങ്ക് അക്കൗണ്ട് ലിങ്ക്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ തുകകൾ നിക്ഷേപിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവിധ വാർത്തകളും ആദ്യമേ തന്നെ നിങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്ന് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. പുതിയൊരു വാർത്താ വിശേഷമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.